ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നേരിയതാക്കി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏത്തപ്പഴം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കൊരു 1/4 സ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് മൈദ മാവ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട അതിലേക്ക് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ തയ്യാറാക്കിയെടുക്കില്ല, അതേ രീതിയിൽ ദോശമാവിനൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നല്ല സ്മൂത്തായ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബാറ്ററി തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രിൽ പാനാണ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ചേർത്ത് അതിലേക്ക് നമുക്ക് ദോശയാക്കി നമ്മൾ കോരി ഒഴിക്കുന്ന പോലെ ഒഴിച്ചൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഗ്രിൽ പാനിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് സാധാരണ ദോശത്തവയിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സ്ക്വയറായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗ്രിൽ പാൻ എടുത്തത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. സൈഡിൽ ഒരൽപ്പം മൈദമാവ് ഒന്ന് നമുക്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം അതിലത്തെ ഏത്തപ്പഴമൊക്കെ വേവായിട്ടുണ്ട്. അപ്പം നമുക്കിതെടുത്ത് മാറ്റാം. അടുത്തത് ഇട്ട് കൊടുക്കാം.
ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നമ്മൾ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. എന്നാലേ ഉള്ളിലുള്ള ഏത്തപ്പഴം വേവുള്ളൂ. നമ്മൾ സാധാരണ ദോശത്തവയിലാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സാധാരണ പാനിൽ നമുക്ക് ഒരെണ്ണം കോരി ഒഴിച്ച് നോക്കാം. ഇതാവുമ്പോൾ നമുക്ക് റോൾ ചെയ്യാനും അതുപോലെ തന്നെ പരത്താനൊക്കെ എളുപ്പമാണ്. ഇതിലേക്ക് കുറച്ച് സ്റ്റഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിലും ചെയ്തെടുക്കാം. ഇതാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് നമ്മളൊന്ന് പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. എന്നാലേ അത് ശരിക്കും ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അടുത്തതും കൂടി നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നമ്മുടെ ബനാന റോള് തയ്യാറായി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ടിഫിൻ്റെ കൂടെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് സുഖം. സ്മോൾ ബ്രേക്കിനൊക്കെ കുട്ടികൾക്ക് കെട്ടിക്കൊടുത്തു വിടാനും അതുപോലെ ജോലിക്ക് പോകുന്നവർക്ക് സ്മോൾ ബ്രേക്കിന് കഴിക്കാനൊക്കെ വളരെ ഒരു ഹെൽത്തി ആയിട്ടൊരു ഫുഡാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഏത്തപ്പഴമൊക്കെ എല്ലാവരുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.